ലോക സമാധാനത്തിനുള്ള നോബൽ പ്രൈസിന് താനാണ് അർഹനെന്ന് ട്രംപ് സ്വയം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം ലോക സമാധാനത്തിന് ഉതകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു സമാധാന ദൂതനായി കാണാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. രണ്ടാമതും അധികാരത്തിൽ വന്ന ട്രംപ് ആദ്യമേ തന്നെ ലോകത്തിൻ്റെ വിപണി കീഴടക്കാനും അതിൻ്റെ അധിപനാകാനുമുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ രാജ്യങ്ങളെ അവരുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്ക് വളരെ കൂടിയ തരത്തിലുള്ള ഇറക്കുമതി ചുങ്കം അമേരിക്ക ഏർപ്പെടുത്തുകയും അതുവഴി അവരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം രാജ്യത്ത് വിലവർധനവുണ്ടാവുകയും അവിടെ അരാജകത്വം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ള വസ്തുത പോലും ട്രംപ് മറക്കുകയാണ് ഉണ്ടായത്. ഇത്തരത്തിൽ അമേരിക്കൻ ജനതയുടെ തന്നെ പ്രതിഷേധത്തിന് പാത്രമായിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അമേരിക്കൻ പ്രസിഡന്റ്. പക്ഷേ അദ്ദേഹം കച്ചവട ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് മറ്റു രാജ്യങ്ങളെ യുദ്ധതന്ത്രങ്ങളിലേക്കും യുദ്ധഭീഷണിയിലേക്കും കൊണ്ടുപോവുകയും അതുവഴി തൻ്റെ രാജ്യത്തിൻ്റെ കച്ചവട താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും ആയുധ കച്ചവടം പരിപോഷിപ്പിക്കാനും ഒക്കെയുള്ള ഒരു വലിയ ശ്രമമാണ് ഇക്കാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനമായും അദ്ദേഹം ഭീഷണിയുടെയും സമ്മർദ്ദങ്ങളുടെയും തന്ത്രമാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുക. പ്രധാനമായിട്ടും നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയ ഒരു വസ്തുത, പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അവിടെ ഇന്ത്യയുടെ ഒരു പ്രത്യാക്രമണം ഭീകരതാവളങ്ങളെ ലക്ഷ്യമാക്കി നടന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ പ്രവൃത്തി നടന്നു കഴിഞ്ഞപ്പോൾ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായി. ഈ രാജ്യങ്ങൾക്കിടയിൽ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരോക്ഷമായി ട്രംപ് പാകിസ്ഥാനെ അനുകൂലിക്കുകയും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായിട്ടും ഇന്ത്യ ഉപേക്ഷിക്കുകയും അതുപോലെ തന്നെ അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കച്ചവടം ഇറക്കുമതി നടത്തുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് 50% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്നുള്ള വസ്തുത അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ പരോക്ഷമായി പാകിസ്ഥാനെ അദ്ദേഹം ന്യായീകരിക്കുന്ന ചില നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വെളിപ്പെട്ടു. അദ്ദേഹം ഒന്നാമത് പറഞ്ഞത് ഏഷ്യയിലെ ഏറ്റവും മികവാർന്ന ഒരു എണ്ണ ശുദ്ധീകരണശാലയും അതുപോലെ എണ്ണ കയറ്റുമതി കേന്ദ്രവുമാക്കി അദ്ദേഹം പാകിസ്ഥാനെ മാറ്റുമെന്നും ഭാവിയിൽ ഇന്ത്യയിലേക്ക് തന്നെ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യേണ്ടി വരുമെന്നും ഉള്ള ഒരു ഭീഷണി അദ്ദേഹം പ്രസ്താവന രൂപത്തിൽ പറയുകയുണ്ടായി. ശരിക്കും ഈ വസ്തുതകളൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും യുദ്ധസമാനമായ ഒരു അന്തരീക്ഷം ജനിപ്പിക്കുകയും അവിടെ തൻ്റെ കച്ചവട തന്ത്രങ്ങൾ എങ്ങനെ സാധ്യമാകുമെന്ന് പരീക്ഷിക്കുകയും അവസാനം അവിടേക്കൊരു സമാധാന ദൂതനായി ഇറങ്ങി വന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും യുദ്ധസമാനമായ അന്തരീക്ഷവും എല്ലാം ഇല്ലാതാക്കിയതും അവിടെ സമാധാനം സംജാതമാക്കിയതും താനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന വിചിത്രമായ ഒരു വാദഗതിയാണ് ട്രംപിന് ഉള്ളത്. അതുപോലെ തന്നെ വളരെ വർഷങ്ങളായി വംശീയമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന പാലസ്തീനിലെ ഇസ്രായേലിലെയും ജനങ്ങൾ, ഇസ്രായേലിന് ഒരു പിന്തുണ അമേരിക്ക സ്വാഭാവികമായിട്ട് പണ്ട് മുതലേ നൽകിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഒരു ധൈര്യത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ഇസ്രായേൽ തീർച്ചയായിട്ടും ഈ ഗാസയിലെ ജനങ്ങൾക്ക് മേൽ നിരന്തരം ബോംബ് വർഷിച്ചുകൊണ്ടിരുന്നത്. 66,005 പേർ ഇതിനോടകം ആ യുദ്ധത്തിൽ മരിച്ചു കഴിഞ്ഞു. ഇനി അവിടെയുള്ള ആളുകൾ പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന നിസ്സംഗരും നിസ്സൂരുമായ ഒരു വിഭാഗം ജനങ്ങളാണ്. അപ്പോൾ അവരുടെ മേൽ ഒരു സമാധാന കരാർ അടിച്ചേൽപ്പിക്കുകയാണ്. ആ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ആ ജനതയെ കൂടി ഇല്ലാതാക്കും എന്നുള്ള ഭീഷണിയാണ്. ആ ഭീഷണിക്ക് ഗൾഫ് രാജ്യങ്ങളൊക്കെ വഴങ്ങി എന്നാണ് ഇതിനോടകം മനസ്സിലാക്കേണ്ടത്. ഖത്തറിലും മറ്റ് അറേബ്യൻ രാജ്യങ്ങളിലും ഒക്കെ അനാവശ്യമായി ഇസ്രായേലിനെ കൊണ്ട് ബോംബിടിപ്പിക്കുകയും ആ ഇസ്രായേലിനെ അപലപിക്കാൻ തയ്യാറാവാതെ അവരെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് അമേരിക്കയുടെ കച്ചവട തന്ത്രങ്ങൾ അവരെ കൊണ്ടുകൂടി അംഗീകരിപ്പിച്ച് അവരെ കൊണ്ടുകൂടി
ഈ ഇസ്രായേലും ഗാസയും തമ്മിലുള്ള സമാധാന കരാർ അംഗീകരിപ്പിക്കുകയും നാളെ അത് ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പോൾ ഗാസ കൂടി മാത്രമേ ഈ കരാർ അംഗീകരിക്കാൻ ഉള്ളൂ. ഒരു പക്ഷേ അത് അംഗീകരിച്ചില്ലെങ്കിൽ അവർക്കുമേൽ വീണ്ടും യുദ്ധത്തിൻ്റെ ഭീകരത ഉണ്ടാവും എന്ന് വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ഈ അവസരത്തിലാണ് സമാധാനത്തിൻ്റെ ദൂതനായി എല്ലാ യുദ്ധങ്ങളും പ്രതിസന്ധികളും രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളും എല്ലാം ഇല്ലാതാക്കുന്ന ഒരു മഹാനായി ട്രംപ് അവതരിക്കുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു നോബൽ സമ്മാനം ലഭിക്കണമെന്ന് സ്വയം അവകാശപ്പെടുന്നത്. എത്ര വിചിത്രമായ വാദഗതിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഒരു വലിയ മൂലധന ശക്തി എന്നുള്ള നിലയിൽ ലോകരാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായവും അതുപോലെ തന്നെ സാങ്കേതിക സഹായവും ഒക്കെ ചെയ്യുന്ന ഒരു പരമാധികാര രാജ്യമായി അമേരിക്കയെ കണ്ടിരുന്നു. അത്തരത്തിലുള്ള ഒരു രീതികളാണ് അമേരിക്ക പണ്ട് മുതലേ സ്വീകരിച്ചിരുന്നത്. എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം മറ്റു രാജ്യങ്ങൾക്കുള്ള സഹായ പദ്ധതികളെല്ലാം നിർത്തലാക്കുകയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ ചെയ്തിരുന്ന മനുഷ്യാവകാശ പ്രവർത്തനങ്ങളൊക്കെ പിൻവലിക്കാൻ തയ്യാറാവുകയും അവരുടെ കച്ചവടം കൂടുതൽ വിപുലപ്പെടുത്താനും ആ കച്ചവടം എങ്ങനെ മറ്റു രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാം, അതിന് യുദ്ധമാണോ യുദ്ധഭീതിയാണോ സമ്മർദ്ദ തന്ത്രങ്ങളാണോ കൂടുതലായി പ്രയോഗിക്കുക എന്നുള്ളത് നമ്മൾ കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രതിഷേധം അമേരിക്കയിൽ തന്നെ വളരെ ശക്തമായിട്ടുണ്ട്. അമേരിക്കൻ ജനതയ്ക്കും ഒരുപാട് തരത്തിലുള്ള പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ട്. അവരത് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇന്ത്യയോട് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന അമേരിക്ക വർഷങ്ങളായി വ്യാവസായിക അടിസ്ഥാനത്തിൽ റഷ്യയിൽ നിന്ന് യുറേനിയം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആയുധങ്ങളും അതുപോലെ തന്നെ വ്യാവസായിക പുരോഗതിയും ലക്ഷ്യമാക്കി ഇത്തരം കാര്യങ്ങൾ യുറേനിയം പോലെയുള്ള സാധനം റഷ്യയിൽ നിന്ന് യഥേഷ്ടം ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ മേൽ ഇത്തരം ഉപരോധങ്ങൾ കെട്ടിവെക്കാൻ എന്ത് അവകാശമാണ് എന്നുള്ളതിന് ട്രംപിൻ്റെ കയ്യിൽ മറുപടിയില്ല. അദ്ദേഹത്തിന് അത് അറിയില്ല എന്നാണ് പറയുന്നത്. റഷ്യയിൽ നിന്ന് അമേരിക്ക യുറേനിയം ഇറക്കുമതി ചെയ്യുന്നതിനെ പറ്റി അദ്ദേഹത്തിന് അറിവില്ല എന്നാണ് മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഇത്തരത്തിൽ ഒരു രാജ്യത്തെ ജനങ്ങളെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി അതുപോലെ തന്നെ വളരെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഒക്കെ കഴിയുന്ന അവിടുത്തെ നിസ്സംഗരായ മനുഷ്യരെ സമാധാനത്തിൻ്റെ ഒരു കരാറുണ്ടാക്കി അത് അടിച്ചേൽപ്പിക്കാൻ, അത് മറ്റു രാജ്യങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ ഒക്കെ അമേരിക്കയ്ക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ മാധ്യമങ്ങൾ പോലും അവകാശപ്പെടുന്നത് ഇനി ഗാസ കൂടി അംഗീകരിച്ചാൽ സമാധാന ശ്രമങ്ങളെല്ലാം പരിപൂർണമായി. അത് ട്രംപിൻ്റെ ഈ സമാധാന ശ്രമങ്ങൾ അംഗീകരിക്കുന്നതോടുകൂടി ഒരു പക്ഷേ ഗാസയിലെ യുദ്ധം നാളെ അവസാനിച്ചേക്കാം. ട്രംപിന് നാളെ നോബൽ സമ്മാനം കിട്ടിയാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല.